പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാവ് 54 അധ്യായം 10 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. പ്രിയരെ, യേശു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നീ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് കർത്താവിൻ്റെ ദയ കൊണ്ട് മാത്രമാണ്. നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രശംസിക്കുവാനോ പുകഴുവാനോ ഒന്നും തന്നെയില്ല. സകലവും കർത്താവ് ദയ തോന്നി നിനക്ക് തന്നതാണ്. യിരെമ്യാവ് 31 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുൾ ചെയ്ത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നോക്കിയേ, ഒരു മനുഷ്യനല്ല നിന്നെ സ്നേഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാക്കിയ സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദപീഠത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ കഴിവ് കണ്ടിട്ടോ മിടുക്ക് കണ്ടിട്ടോ ഒന്നുമല്ല, നീ കൊടും പാപിയാണെന്ന് കണ്ടിട്ട് തന്നെയാണ് യേശു നിന്നെ സ്നേഹിക്കുന്നതും നിന്നോട് ദയ കാണിക്കുന്നതും. കർത്താവ് നിനക്ക് ഇത്രത്തോളം ദയ ദീർഘമാക്കിയിട്ടും നീ ഇന്നും പാപത്തിലാണോ ജീവിക്കുന്നത്? സങ്കീർത്തനം 32:10 പറയുന്നു: ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നീ വീണു പോകാതെ കർത്താവിൻ്റെ ദയ നിന്നെ താങ്ങും. ദയ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം നിന്നിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ ദൈവത്തോട് കൂടെ വസിക്കുവാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള വ്യക്തികളോട് നീയും ദയ കാണിക്കുന്ന ആളായി മാറും. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തും. നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. പ്രിയരെ, ഇനിയുള്ള നിന്റെ ജീവിതം യേശുവിനായി ജീവിക്കുവാൻ, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാണോ? ആണെങ്കിൽ നിന്നിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളായി നീ മാറും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.